ADM നവീൻ ബാബുവിന്റെ മരണം. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്ന്. എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത്? ഈ ചോദ്യത്തിന് ഇനിയും ഒരു ഉത്തരമായിട്ടില്ല. ആത്മഹത്യയെങ്കിൽ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണോ PP ദിവ്യ ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്ന ചോദ്യവും ബാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി കോടതിയിലെത്തുമ്പോൾ കൊന്നു കെട്ടിത്തൂക്കിയോ എന്ന സംശയവും അവർ പ്രകടിപ്പിക്കുകയാണ്. ഇനിയൊരാൾക്കും ഇത് സംഭവിക്കരുത്. തിരുത്തേണ്ടവരെ ഇപ്പോൾ തന്നെ തിരുത്തിപ്പോകണം. നേരറിയാൻ CBI വരണം. അതുതന്നെയാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവും. കളത്തിലേക്ക് CBI എത്തിയാൽ PP ദിവ്യയ്ക്കും പിന്നണിയിലുള്ളവർക്ക് മുന്നിൽ ചോദ്യശരങ്ങൾ ഉയരും. നീതിയുടെ ശബ്ദമായി നവീനിന്റെ കുടുംബത്തിനൊപ്പം എന്നുമുണ്ടാകും ടീം റിപ്പോർട്ടർ. നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരും. ശ്യാം ദേവരാജ്, പ്രവീൺ പുരുഷോത്തമൻ, TV പ്രസാദ്, അർജുൻ കല്യാൺ, ദിലീപ് ദേവസ്യ, അർച്ചന രവീന്ദ്രൻ എന്നിവരാണ് ആദ്യം നമുക്കൊപ്പം. ശ്യാം ദേവരാജാണ് എത്തുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ചാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തേടുമെന്നാണ് സൂചന. നവീനിനെ കൊന്നു കെട്ടിത്തൂക്കിയോ എന്നുള്ള സംശയവും കുടുംബം ഹർജിയിൽ ചോദിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ്, ലീഗൽ കറസ്പോണ്ടന്റ് നമുക്കൊപ്പമുണ്ട്. അതിനുശേഷം നമുക്ക് പ്രവീൺ പുരുഷോത്തമനിലേക്ക്, പത്തനംതിട്ടയിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ശ്യാം ദേവരാജ്. എപ്പോഴാണ് ജസ്റ്റിസ് ബെച്ചുവിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജി വരിക? വളരെ പ്രധാനപ്പെട്ട ഹർജിയാണ്. അതിന്റെ ഉള്ളടക്കം കെട്ടിത്തൂക്കിയോ എന്ന ഒരു സംശയം കൂടി നിലനിർത്തുമ്പോൾ. വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലേക്കാണ് മഞ്ജുഷയുടെ ഹർജി വരുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിന്ന് 41ാമത്തെ ഐറ്റമായാണ് പരിഗണിക്കുന്നത്. പരിഗണനാ പട്ടികയിൽ ഇന്നലെ തന്നെ അത് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ന് പരിഗണിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് ഏതാണ്ട് 10:30-ക്ക് ശേഷം, എപ്പോഴെന്ന് നമുക്ക് കൃത്യമായി സമയം പറയാനാകില്ല, 10:15 ഹൈക്കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം മുൻഗണനാ ക്രമത്തിൽ ഈ കേസുകൾ വിളിക്കുകയാണ് ചെയ്യുക. അതിൽ 41ാമതായാണ് മഞ്ജുഷയുടെ ഹർജി വിളിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഈ ഹർജിയുടെ പകർപ്പ് കൈമാറിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഹൈക്കോടതിയിൽ ഹാജരാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ അതിൽ സർക്കാർ ഒരുപക്ഷെ പ്രാഥമികമായ നിലപാട് അറിയിച്ചേക്കും. അത് ഒരു സാധ്യത മാത്രമാണ്. കാരണം ഇന്ന് നടപടിക്രമങ്ങൾ, ഏതൊരു ഹർജി വന്നാലും അത് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഹൈക്കോടതി അതിന്മേൽ ആദ്യം സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് തേടുക. കേസിലെ നിലവിലെ അന്വേഷണ പുരോഗതിയും അറിയിക്കേണ്ടതുണ്ട്. അക്കാര്യവും ഹൈക്കോടതി പരിശോധിക്കും. അതിന് കേസ് ഡയറി ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത്. കേസിലെ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ളവ, അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ളവ പരിശോധിക്കും. അതിനുശേഷമാണ് കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടടക്കം തേടുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് നിലപാട് തേടും എന്നതിൽ തർക്കമില്ല. മറ്റൊരു എതിർകക്ഷി എന്നത് CBI ആണ്. CBI ഈ അന്വേഷണത്തോട് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി നിലപാട് തേടുമോ എന്നതിൽ വ്യക്തതയില്ല. അതിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത വരിക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടായിരിക്കും ഇതിന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാനിരിക്കുന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആകാം എന്നതായിരിക്കും. കാരണം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്, മന്ത്രിമാരടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത്, CPIM-ഉം ഭരണകക്ഷിയായ CPIM-ഉം പ്രഖ്യാപിച്ചിട്ടുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. അവരുടെ ഏതാവശ്യവും സർക്കാർ പരിഗണിക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരമൊരു CBI അന്വേഷണം വന്നാൽ അതിനെ സ്വാഭാവികമായി എതിർക്കേണ്ടതില്ല എന്നതായിരിക്കും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എതിർത്തില്ലെങ്കിൽ അത് സ്വാഭാവികമായും CBIക്ക് പോകും. ഇതിനപ്പുറത്തേക്ക് ഇത് CBIയുടെ കാര്യമാണ്. ഈ അന്വേഷണമാകാമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സാധാരണ CBIക്ക് നിരവധിയായ കേസുകൾ സംസ്ഥാനത്ത് തന്നെ നിലവിലുണ്ട്. നിലവിലവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കേസുകളുടെ ഒരു ബാഹുല്യം തന്നെ CBIക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ CBI എല്ലാ കേസുകളിലും ആദ്യം പറയുന്നത് അന്വേഷണം ആവശ്യം
ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കേസുകളുടെ ബാഹുല്യമുണ്ട്, അതുകൊണ്ട് അന്വേഷണം നടത്താനാവില്ല എന്നൊരു കാര്യമാണ്, നിരാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുക. പക്ഷെ അതിനപ്പുറത്തേക്ക് ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനൊപ്പം പോകാം എന്നൊരു നിലപാട് കൂടി ഒരു പക്ഷേ സാധാരണഗതിയിൽ ഞാൻ തിരിച്ചു വരാം ശ്യാം ദേവരാജിലേക്ക് തിരിച്ചു വരാം.